ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ രാവിലെ തന്നെ അമ്മയും മോളും കൂടെ ഷോയാണ് കേട്ടോ. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പുറമൊക്കെ കഴുകി. അപ്പോൾ അതാ നമ്മൾ അപ്പം മാവും നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങ അപ്പം അതുപോലെ തന്നെ പുളിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ അക്കുനുള്ള പാല് പിന്നെ നെത്തോലിയായിരുന്നു. ഇനി അതൊക്കെ ഒന്ന് കറി വെക്കണം. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ അപ്പത്തിൻ്റെ മാവ് നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ. നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴതൊക്കെ ഒന്ന് എല്ലാം തലേന്ന് തന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊങ്ങി ഇങ്ങനെ പോവാറായപ്പോൾ ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാത്രം ഇത്രയും നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ പറയുന്ന മീൻ കറിക്കുള്ള തേങ്ങ അരച്ച് വെച്ചു. അപ്പോൾ ഈ മുളക് കണ്ടോ, കുഞ്ഞു മുളക് കേട്ടോ. കിളിക്കും മുമ്പ് എന്താ പറയുന്നത്, വലുതാവും മുമ്പ് പിച്ചിക്കൊണ്ട് വന്നു നമ്മളെ കളകളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിവ് ഒന്നുമില്ല അതിന് കേട്ടോ. കാണാൻ രസമുണ്ട്, പക്ഷേ കാണാൻ നല്ല കുഞ്ഞു മുളകായണ്ടേ. ഉണ്ടമുളകല്ലത്, സാധാ പച്ചമുളകാണ്. അപ്പോഴിതാ നമ്മളെ കറിയൊക്കെ ഒന്ന് റെഡിയാക്കുവാണ്. അപ്പോൾ സാധാ പോലെ തന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ പുളിയൊക്കെ പിഴിഞ്ഞ് വെച്ചു. നമ്മൾ ആ പച്ചമുളക് ഉണ്ടല്ലേ, അതൊക്കെ അങ്ങ് അരിഞ്ഞ് വാരി ഇട്ടു. അതിന് എരിയൊന്നുമില്ല, കാണാൻ രസമുണ്ട്. അതുകൊണ്ട് പിന്നെ കുറച്ചങ്ങ് വാരി ഇട്ടു. അങ്ങനെ മോള് അപ്പം അതുപോലെ തന്നെ നമ്മളെ കഴുകലും പറക്കലും ഒക്കെ നടത്തണ്ടേ, എല്ലാ ദിവസവും കഴുകും. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ മഴ പെയ്താലും അഴുക്കാണ്, അല്ലെങ്കിലും അഴുക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ചേട്ടൻ ചെരുപ്പിട്ടുകൊണ്ടേ കയറത്തുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളവിടുത്തെ ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കറിയൊക്കെ അടുപ്പ് വെച്ച് മുട്ട പുഴുങ്ങാൻ വെച്ച്. അപ്പോൾ അപ്പം മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ അപ്പത്തിന് മാവ് ഇങ്ങനെ അടിപൊളിയായിട്ട് കോരി വെച്ചു. പക്ഷേ ഈ ഇരുമ്പ് ചട്ടിക്ക് ഭയങ്കര കനമാണ് കേട്ടോ. എന്നെ കൊണ്ടെടുത്ത് ഇങ്ങനെ പൊക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ കരണ്ടി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി അപ്പം ഉണ്ടാക്കുന്നു. അക്കു ചേട്ടന് വേണ്ടി വെയിറ്റിങ്ങിലാണ് അവിടെ. അന്നേരം മുട്ട ഒരെണ്ണം പൊട്ടി നല്ല പതഞ്ച് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ നല്ല പഞ്ഞി അപ്പമായിരുന്നു. അപ്പോൾ ചേട്ടൻ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ട് വന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോ ദിവസമാണല്ലേ. അങ്ങനെ ആ മോക്ക് പിന്നെ ഇന്ന് ക്ലാസ്സൊക്കെ ഉണ്ട്, പഠിക്കാനൊക്കെ പോകണം. അതുകൊണ്ട് പിന്നെ ഞാനിപ്പം ഒറ്റയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാട്ടോ. ഇപ്പോൾ വയ്യായിക ഉണ്ട്, 2 ദിവസം കൊണ്ട് ഒരു വയ്യായികയൊക്കെ ആയിരുന്നു. പിന്നെ ചേട്ടന് വയ്യായിരുന്നു, വയ്യ. അങ്ങനെ ചേട്ടനെയും കൊണ്ടൊക്കെ പോയി. അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളായിട്ട് ഇങ്ങനെ നടക്കുക കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ പരത്തുമ്പോൾ ഒരു എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം നമ്മൾ ആ മറ്റേ ചട്ടി എടുത്ത് കറക്കുമ്പോൾ നമുക്ക് അപ്പത്തിൻ്റെ ഒരു സുഖം. പക്ഷേ ഇത് വെയിറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പൊക്കാൻ തന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ പച്ചക്ക തോരനും കൂടെ വെക്കണം. അപ്പോൾ കറി തിളച്ചപ്പം മീനൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരി വിശേഷങ്ങൾ. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇട്ടില്ലെങ്കിൽ എൻ്റെ വാച്ച് അവർ തല്ലേ കുറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ശ്രദ്ധിക്കാതിരുന്നാലോ എന്ന് വെച്ചിട്ട് പാചകമാണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കാണിച്ചു ഉൾപ്പെടുത്തി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഉള്ളി വഴറ്റുന്നത് നമ്മൾ മുട്ടക്കറിക്കാണ് കേട്ടോ. പിന്നെ പച്ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് തോരന്. പിന്നെ നമ്മൾ മീൻ പൊരിക്കാനുള്ളതൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഉള്ളിക്കറി എന്ന് വെച്ചാൽ തീയലല്ലല്ലോ, ഉള്ളിക്കറി ചുമ്മാ വഴറ്റി അങ്ങനെയൊക്കെ ഇങ്ങ് എടുക്കുവാണ്. അപ്പം അച്ഛനും മോളുടെ യുദ്ധം നടക്കുക കേട്ടോ. കൊണ്ടുപോകാനായിട്ട് അപ്പം എടുത്ത് വെക്കുക. 2 എടുത്ത് വെച്ചതിന് അവിടെ ഒരു യുദ്ധം കഴിഞ്ഞു. അവൾ പിന്നെ അങ്ങനെയാണ് കേട്ടോ. ഉച്ചക്കൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പച്ചക്കാക്കി വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ അടച്ചു വെച്ചു. പിന്നെ നമ്മൾ നെത്തോലി എല്ലാം തിരിച്ചിടുവാണ് കേട്ടോ. അതിന് തോന എണ്ണ വേണം, അല്ലേ നെത്തോലിക്കും ചുമന്ന ഓരയ്ക്കും നല്ല എണ്ണ വേണം, എന്നാലേ നല്ല പൊരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ അതും അങ്ങോട്ട് അടച്ചു വെച്ച്, അല്ലെങ്കിൽ ഫുള്ളൊന്ന് തിറക്കിയൊന്ന് വെച്ചിട്ട്. അപ്പം നമ്മളെ പച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് വേറെ ഒന്നുമില്ല, സവാളയും പച്ചമുളകും അങ്ങനെയൊക്കെ ഉള്ളു. അപ്പോൾ ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് ഉള്ള പാത്രം എല്ലാം കഴുകി വെക്കുകയാണ് കേട്ടോ. എനിക്ക് ഷോൾഡർ പെയിൻ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ, കൈ താത്തിടാനൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് മീൻ പൊരിച്ചു, തോരൻ വെച്ചു. അപ്പോൾ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു, കറിയൊക്കെ ആയി, എല്ലാം കൊണ്ടുവച്ച് ഇനി എല്ലാവർക്കും പോകാനൊക്കെ ഇട്ട് വെക്കണം. അപ്പോൾ മോന് ക്ലാസ്സില്ല കേട്ടോ. അങ്ങനെ ഒരാൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകാനായിട്ട്. പിന്നെ ഫുഡൊക്കെ എടുത്ത് വെച്ച് അപ്പോഴാണ് ഉച്ചക്കത്തെ കഴിക്കാനൊക്കെ കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്കുള്ള പണികളെന്ന് വെച്ചാൽ തൂത്തുവാരലും പൊടിയടിക്കലൊക്കെ ഉണ്ട് കേട്ടോ. തുടപ്പ് ഇങ്ങനെ വലുതായിട്ടില്ല. അങ്ങനെ അവർ രണ്ടുപേരുടെ പോയി കഴിഞ്ഞിട്ട് പിന്നീട് ഒതുക്കലും പറക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യം ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കേ, ബൈ.